പ്രൈസ് ദി ലോർഡ്. വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 3, തിരുവചനങ്ങൾ 7 മുതൽ 13 വരെ. ഫിലാദെൽഫിയയിലെ സഭയുടെ ദൂതന് എഴുതുക. പരിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്ത വിധം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനും ആയവൻ പറയുന്നു, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നിന്റെ ശക്തി പരിമിതമാണ്, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചതുമില്ല. ഇതാ യഹൂദരാണെന്ന് പറയുകയും എന്നാൽ അങ്ങനെയല്ലാതെ നുണയന്മാരായി നടക്കുകയും ചെയ്യുന്ന സാത്താൻ്റെ സിനഗോഗിൽ നിന്നുള്ള ചിലർ, അവരെ ഞാൻ നിൻ്റെ കാൽക്കൽ വരുത്തി കുമ്പിടുവിക്കും. അങ്ങനെ ഞാൻ നിന്നെ സ്നേഹിച്ചുവെന്ന് അവർ ഗ്രഹിക്കും. സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിലുണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. എന്തെന്നാൽ പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള എൻ്റെ വചനം നീ കാത്തു. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് കാത്തു സൂക്ഷിക്കുക. വിജയം വരിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു സ്തംഭമാക്കും. അവൻ പിന്നെ ഒരിക്കലും പുറത്തു പോവുകയില്ല. അവൻ്റെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ നാമവും ദൈവസന്നിധിയിൽ നിന്ന് സ്വർഗം വിട്ട് ഇറങ്ങി വരുന്ന പുതിയ ജെറൂസലമാകുന്ന ദൈവനഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ എഴുതും. ആത്മാവ് സഭകളോട് അരുളി ചെയ്യുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവ വചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, മനുഷ്യപുത്രൻ ഏഷ്യയിലെ 7 സഭകൾക്ക് എഴുതുന്ന ലേഖനങ്ങളിൽ 6-ാമത്തേതാണ് ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുന്നത്. ഫിലദെൽഫിയയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം. ഏറ്റവും ചെറിയ പട്ടണം, ഏറ്റവും പുതിയ പട്ടണം. ഈ പട്ടണത്തിലെ സഭയ്ക്ക് എഴുതുന്ന ലേഖനത്തിൽ യാതൊരു ശാസനയുമില്ല. ഒരു ശാസനയുമില്ലാത്ത, ഒരു കുറ്റവും നാഥൻ കാണാത്ത 2 സഭകളിൽ ഒന്നാണ് ഫിലദെൽഫിയയിലെ സഭ. BC 150 കാലത്താണ് ഈ പട്ടണം പണിയപ്പെട്ടത്, സ്ഥാപിക്കപ്പെട്ടത്. സാർദീസിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ തെക്കുകിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഈ പട്ടണം രാജപാതയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഇതൊരു വലിയ വ്യവസായ കേന്ദ്രമായിരുന്നില്ല. വലിയ ശ്രദ്ധാർഹമായ ഒന്നും തന്നെ ഫിലദെൽഫിയയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു പ്രത്യേകത ഈ ഫിലദെൽഫിയ പട്ടണത്തിനുണ്ട്. ഇത് 3 രാജ്യങ്ങൾ, മീസിയ, ലീദിയ, ഫ്രീജിയ എന്നീ 3 രാജ്യങ്ങൾ സന്ധിക്കുന്ന ഒരു കേന്ദ്രമായിരുന്നു ഫിലദെൽഫിയ പട്ടണം. അപ്പോൾ ഈ പട്ടണത്തിൽ നിന്ന് ഈ രാജ്യങ്ങളിലേക്ക് ആളുകൾ കടന്നു പോവുക, യാത്ര ചെയ്യുക സാധാരണമായിരുന്നു. ഈ ഫിലദെൽഫിയയെ പ്രത്യേകിച്ചും ഗ്രീക്ക് സംസ്കാരം മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള ഒരു വാതിലായി ഗ്രീക്ക് ഭരണാധിപർ കരുതുകയുണ്ടായി. പ്രത്യേകിച്ചും പെർഗാമസിലുള്ളവർ. പെർഗാമസിലെ രാജാവായ അത്താലസ് 2-ാമൻ്റെ കാലത്താണ് ഈ നഗരം സ്ഥാപിക്കപ്പെട്ടത്. BC 159 മുതൽ 138 വരെയുള്ള കാലഘട്ടത്തിലാണ് അത്താലസ് രാജാവായിരുന്നത്. അത്താലസ് വളരെ നല്ല ഒരു വ്യക്തിയായിരുന്നു. വലിയ സ്നേഹമുള്ള വ്യക്തിയായിരുന്നു, പ്രത്യേകിച്ചും തൻ്റെ സഹോദരനോട്. സഹോദരനുള്ള സ്നേഹത്തെ പ്രതി തൻ്റെ രാജ്യം തന്നെ സഹോദരന് വേണ്ടി ഒഴിഞ്ഞു വച്ചിട്ട് രാജ്യത്തു നിന്ന് രാജിവെച്ചു മാറിയ വ്യക്തിയാണ് അത്താലസ്. അദ്ദേഹത്തെ ഫിലാദേൽഫോസ് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. സഹോദര സ്നേഹം ഉള്ളവൻ, സഹോദരൻ്റെ സ്നേഹിതൻ. ആ പേര് തന്നെയാണ് ഈ പട്ടണത്തിനും കൊടുത്തത്, ഫിലാദെൽഫിയ. സഹോദര സ്നേഹത്തിൻ്റെ പട്ടണം എന്നർത്ഥം. സഹോദര സ്നേഹം. അദെൽഫോസ് സഹോദരനാണ്, ഫീലിയ സ്നേഹമാണ്. അപ്പോൾ സഹോദര സ്നേഹത്തിൻ്റെ നഗരം എന്നാണ് ഫിലദെൽഫിയ എന്ന പട്ടണത്തിൻ്റെ അർത്ഥം. ഇപ്പോഴും ഫിലദെൽഫിയ പട്ടണം സഹോദര സ്നേഹത്തിൻ്റെ പ്രതീകമായി നിൽക്കുന്ന പട്ടണം. അനേകം ജനതകളിലേക്ക് യവന സംസ്കാരം വ്യാപിപ്പിക്കാനുള്ള ഒരു വാതിലായി നിന്ന പട്ടണം. അന്തിയോക്കസ് 2-ാമൻ ഇസ്രായേലിൻ്റെ മേൽ യവന സംസ്കാരം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചതുപോലെ ഒരു ശ്രമമല്ല ഇവിടെ നടന്നത്. സ്വതന്ത്രമായി ഈ സംസ്കാരം പ്രചരിക്കാനായിട്ട് അവസരം കൊടുക്കുകയായിരുന്നു. ചുറ്റുപാടുമുള്ള ജനതകൾക്ക് യവന സംസ്കാരം, ഗ്രീക്ക് സംസ്കാരം സ്വീകാര്യമാകുന്ന വിധത്തിൽ അത് അവതരിപ്പിച്ചിരുന്നു. അവരുടെ നാടകങ്ങളും അവരുടെ മത്സരക്കളികളും അവരുടെ ഭാഷയും അവരുടെ സാഹിത്യവും എല്ലാം വളരെയധികം സ്വീകാര്യമായി തോന്നി മറ്റുള്ളവർക്ക്.
അങ്ങനെ ഏതാണ്ട് ഒരു തലമുറ കഴിഞ്ഞപ്പോഴേക്കും ചുറ്റുപാടുമുള്ള ജനതകളൊക്കെ തങ്ങളുടെ സ്വന്തമായ ഭാഷ മറക്കുകയും ഈ യവനരുടെ ഗ്രീക്ക് ഭാഷ സ്വീകരിക്കുകയും ചെയ്തു. ഒരുപക്ഷെ ഇന്ന് കേരളത്തിലൊക്കെ നടക്കുന്നത് പോലെ ഇംഗ്ലീഷ് ഭാഷയും അതിനോടൊപ്പിച്ച് വരുന്ന സംസ്കാരവും ആരും അടിച്ചേൽപ്പിക്കാതെ തന്നെ സ്വീകരിക്കുന്നത് പോലെ യവന സംസ്കാരവും യവന ഭാഷയും അവിടെ സ്വീകരിക്കുകയുണ്ടായി. അതിന് കേന്ദ്രമായി നിന്നത് ഫിലദൽഫിയയാണ്. അപ്പോൾ ഫിലദൽഫിയ പട്ടണത്തെ ഒരു സാംസ്കാരിക പ്രസരണത്തിൻ്റെ വാതിലായി കരുതിയിരുന്നു. ഇതാണ് ഫിലദൽഫിയയുടെ ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത ഭൂമിശാസ്ത്രപരമായതാണ്. അടുക്കലടുക്കൽ ഭൂമികുലുക്കമുണ്ടാകുന്ന ഒരു സ്ഥലമായിരുന്നു ഫിലദൽഫിയയുടേത്. അടുത്തു തന്നെ അഗ്നിപർവ്വതങ്ങൾ ഉണ്ടായിരുന്നു, ഉറങ്ങിക്കിടക്കുന്ന അഗ്നിപർവ്വതങ്ങൾ, ചിലപ്പോഴൊക്കെ പൊട്ടിത്തെറിച്ചിരുന്ന അഗ്നിപർവ്വതങ്ങൾ. ഈ അഗ്നിപർവ്വതത്തിൻ്റെ ഒക്കെ മേഖലയിലായതുകൊണ്ട് ഏതു സമയവും ഭൂമികുലുക്കം ഉണ്ടാകാം. പലപ്പോഴും ഭൂമികുലുക്കം ഉണ്ടാകുകയും എല്ലാം തകർന്നു വീഴുകയും ചെയ്ത ഒരു സാഹചര്യം ഫിലദൽഫിയയിലുണ്ടായിട്ടുണ്ട്. AD 17 വലിയൊരു ഭൂമികുലുക്കം ഉണ്ടായത്. മറ്റ് നഗരങ്ങളെയെല്ലാം തകർത്തതുപോലെ ഫിലദൽഫിയയും പൂർണ്ണമായും തകർക്കപ്പെടുകയുണ്ടായി. വലിയ ഭൂമികുലുക്കം കഴിഞ്ഞ് വീണ്ടും വീണ്ടും ചെറിയ ചെറിയ കുലുക്കങ്ങൾ ഉണ്ടായതുകൊണ്ട് ആളുകൾക്ക് പട്ടണത്തിൽ താമസിക്കുക തന്നെ ഭയം ഉള്ള കാര്യമായിരുന്നു. കാരണം കെട്ടിടങ്ങൾ തകർന്നു വീണാൽ അതിനടിയിൽപ്പെട്ട് ആൾ നശിച്ചു പോകാം. അതുകൊണ്ട് പട്ടണവാസികൾ ഭൂമികുലുക്കം ഉണ്ടാകുമെന്നുള്ള സൂചന കിട്ടുമ്പോഴേക്കും പട്ടണത്തിന് പുറത്തേക്ക് ഓടി നാട്ടിൻ പുറത്തേക്ക് പോകുക പതിവായിരുന്നു. അതുകൊണ്ട് ആ പട്ടണത്തിൻ്റെ വാതിൽ രാവും പകലും അടച്ചിരുന്നില്ല എന്നാണ് പറയുക. ഇപ്പോൾ തുറന്നു കിടക്കുന്ന ഒരു വാതിലുള്ള പട്ടണമായിരുന്നു. ഇപ്പോൾ 2 തരത്തിൽ ഫിലദൽഫിയയിൽ തുറന്ന വാതിലിനെ കുറിച്ച് പരാമർശമുണ്ട്. ഒന്ന് യവന സംസ്കാരം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തുറന്ന വാതിൽ, 2 ഭൂമികുലുക്കം ഉണ്ടാകുമ്പോൾ പട്ടണത്തിന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി അടയ്ക്കാതെ കിടന്നിരുന്ന തുറന്ന വാതിൽ. ഈ ഒരു പശ്ചാത്തലം വെച്ചുകൊണ്ട് വേണം നമുക്ക് ഫിലദൽഫിയയിലെ സഭയ്ക്ക് എഴുതുന്ന ലേഖനം വായിക്കാൻ. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതന് എഴുതുക: പരിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്തവണ്ണം അടയ്ക്കുന്നവനുമായവൻ പറയുന്നു. യേശുവിൻ്റെ സവിശേഷതകളാണിതെല്ലാം. ആദ്യത്തേത് പരിശുദ്ധൻ. പരിശുദ്ധൻ 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 എന്ന് സെറാഫുകൾ ഉദ്ഘോഷിക്കുന്നതായി യേശയ്യായുടെ പുസ്തകത്തിൽ നമ്മൾ കാണും. യേശയ്യായുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ ദൈവത്തെ പ്രകീർത്തിക്കുന്ന മാലാഖമാരുടെ കീർത്തനം 6-ാം അധ്യായം 1 മുതലുള്ള വാക്കുകൾ ഞാൻ വായിക്കട്ടെ. ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായൊരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതം ഉണ്ടായിരുന്നു. 2 ചിറകുകൾ കൊണ്ട് മുഖവും 2 എണ്ണം കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു. 2 ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്നു: പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. ഈ ഉദ്ഘോഷണമാണ് സീറോ മലബാർ സഭയിലെ കുർബാനയിൽ അനേകം തവണ ആവർത്തിക്കുന്നത്. പരിശുദ്ധൻ പരിശുദ്ധൻ. ദൈവത്തെ പരിശുദ്ധനായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. എന്താണ് പരിശുദ്ധൻ എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാകുക? 2 തരത്തിലുള്ള പരിശുദ്ധിയെക്കുറിച്ച് സൂചനയുണ്ട്. ഒന്ന് ഒരു അസ്തിത്വപരമായ പരിശുദ്ധിയാണ്. വേർതിരിക്കപ്പെട്ടവൻ, സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തനാവൻ, സൃഷ്ടിയിൽ നിന്നും അകന്നു നിൽക്കുന്നവൻ, ട്രാൻസെൻഡൻറ്റ് ഗാഡ് എന്ന് പറയും. എല്ലാത്തിൽ നിന്നും വ്യതിരിക്തനായി നിൽക്കുന്ന, വേറിട്ട് നിൽക്കുന്ന, വ്യത്യസ്തനായ ഒന്ന്. അശുദ്ധമായതിൽ നിന്നെല്ലാം, ലൗകികമായതിൽ നിന്നും ബാഹ്യമായതിൽ നിന്നെല്ലാം അകന്നു നിൽക്കുന്ന ദ ട്രാൻസെൻഡൻറ്റ് ഗാഡ്. എല്ലാത്തിൽ നിന്നും ഉപരിയായി നിൽക്കുന്ന, ആകാശം പോലെ ഉന്നതനായിരിക്കുന്ന ദൈവം. അവനിൽ യാതൊരു മാലിന്യവുമില്ല. അസ്തിത്വത്തിൽ തന്നെ വിശുദ്ധനായിരിക്കുക. ഇപ്പോൾ ദൈവം പരിശുദ്ധനാണ്. ആ ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് പങ്കുചേരാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ഇസ്രായേലിനെ പരിശുദ്ധൻ, സഭയെ പരിശുദ്ധൻ, വ്യക്തികളെ പരിശുദ്ധൻ എന്ന് പറയുമ്പോൾ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടവരെയാണ് പരിശുദ്ധൻ എന്ന് വിശേഷിപ്പിക്കുക. ദൈവം പരിശുദ്ധനാണ്. യേശു ക്രിസ്തു പരിശുദ്ധനാണ്. ദൈവിക മേഖലയിൽ നിൽക്കുന്നവനാണ്. ഇതാണ് അസ്തിത്വപരമായി നോക്കുമ്പോൾ ഉള്ള പരിശുദ്ധി. രണ്ടാമത്തെ ധാർമ്മികമായ പരിശുദ്ധിയാണ്. ധാർമ്മികമായ പരിശുദ്ധി നിയമങ്ങളനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾക്കുള്ളതാണ്. സഹോദരനോടും സഹജീവികളോടും ദൈവത്തോടുമുള്ള കടമകളെല്ലാം പൂർണ്ണമായി നിർവഹിക്കുന്നവൻ, പ്രമാണങ്ങളനുസരിച്ച് ജീവിക്കുന്നവൻ, അവനാണ് പരിശുദ്ധൻ. ആ പ്രമാണങ്ങൾ ലംഘിക്കുമ്പോഴാണ് പാപമുണ്ടാവുക. അപ്പോൾ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നവൻ പരിശുദ്ധനാണ്. അവൻ എല്ലാ തരത്തിലും പരിശുദ്ധനാണ്. അവൻ വ്യതിരിക്തനാണ്, ദൈവമാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ സത്തയിൽ പങ്കുചേരുന്നവനാണ് പരിശുദ്ധൻ. യേശു പരിശുദ്ധനാണ്, ദൈവമാണ്. രണ്ടാമത്തേത് സത്യവാനാണ്. സത്യം പറയുക മാത്രമല്ല, സത്യത്തിലായിരിക്കുന്നു. ഞാനാണ് സത്യം, ഞാനാണ് വഴി, ഞാനാണ് ജീവൻ. സത്യം എന്താണ്? വെളിപ്പെടുത്തലാണ്.
യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തും, ദൈവത്തെ വെളിപ്പെടുത്തുന്നതാണ്. ദൈവിക വെളിപാടിനാണ് സത്യമെന്ന് പറയുക. അസ്തിത്വം, സത്തയുടെ പൂർണ്ണമായ വെളിപ്പെടുത്തലിനെ സത്യമെന്ന് പറയും. അപ്പോൾ മായയല്ല, വെറുമൊരു തോന്നലല്ല, യാഥാർത്ഥ്യമാണ്, സത്യമാണ്. ദൈവത്തിൻ്റെ സത്തയിൽ പങ്കുചേരുന്നവരാണ്. പരിശുദ്ധനും സത്യവാനും, ദാവീദിൻ്റെ താക്കോൽ കൈവശമുള്ളവൻ അധികാരമുള്ളവനാണ്. യേശയ്യായുടെ പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ ഒരു പരാമർശമുണ്ട്. യേശയ്യായുടെ പുസ്തകം 22-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം: ദാവീദിൻ്റെ ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. തോളിൽ വെച്ചു കൊടുക്കുക. താക്കോൽ വലിയ താക്കോലാണ്. സാധാരണ പെട്ടിയുടെയോ ഷെൽഫിൻ്റെയോ താക്കോലല്ല. പണ്ടൊക്കെ വലിയ പട്ടണത്തിൻ്റെ വലിയ വാതിലുകൾക്ക് വലിയ താക്കോലുണ്ടായിരുന്നു, ഉലക്ക പോലെ വലിപ്പമുള്ള വലിയ താക്കോൽ. ആ താക്കോൽ കയ്യിൽ പിടിക്കാൻ പറ്റില്ല, തോളിലാണ് വെച്ച് കൊടുക്കുക. അതുകൊണ്ട് തോളിൽ താക്കോൽ വഹിക്കുന്നവൻ അവനാണ് പട്ടണം തുറക്കുകയും പട്ടണം അടയ്ക്കുകയും ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ തുറക്കാനും അടയ്ക്കാനുമുള്ള അധികാരം എന്ന് പൂർണ്ണമായ അധികാരം. അവൻ തുറന്നാൽ മറ്റാർക്കും അടയ്ക്കാനാവില്ല, അവൻ അടച്ചാൽ മറ്റാർക്കും തുറക്കാനാവില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരുമെന്ന് പത്രോസിനോട് കർത്താവ് പറഞ്ഞത് ഈ ആശയത്തിലാണ്. അവൻ്റെ കയ്യിൽ താക്കോലുണ്ട്. ജീവൻ്റെ താക്കോലാണ് അവൻ്റെ കയ്യിലുള്ളത്. ജീവൻ കൊടുക്കാനും എടുക്കാനും, ജീവൻ കൊടുക്കാനും നിഷേധിക്കാനും അധികാരമുള്ളവനാണ് ഈ മനുഷ്യപുത്രൻ. മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്ത വിധം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനുമായവൻ പറയുന്നു, സർവ്വ അധികാരമുള്ളവനാണ് യേശു സഭയിൽ, ജീവൻ്റെ അധികാരം. ഇനി എന്താണ് അവൻ പറയുന്നത്? നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. എല്ലാ സഭകളോടും പറയുന്ന ആശയം തന്നെ, ഒരേ വാക്ക് തന്നെ, ഞാൻ അറിയുന്നു. പക്ഷേ ഈ സഭയുടെ എന്തെങ്കിലും കുറവുകൾ സഭ കർത്താവ് എടുത്തു കാണിക്കുന്നില്ല. ഒരു കുറവും ഇല്ലാത്തൊരു സഭയായിട്ടാണ് ഇവിടെ പറയുന്നത്. ഞാൻ അറിയുന്നു. എന്താണ് അറിയുന്നത്? നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. എല്ലാ പ്രവൃത്തികളും, അവൻ്റെ വാക്കും പ്രവൃത്തിയും, അവൻ്റെ സുവിശേഷ പ്രഘോഷണവും സഹനവുമെല്ലാം. നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. തുറന്നു കിടക്കുന്ന ഒരു വാതിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഇത് നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഫിലദൽഫിയ പട്ടണത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കാരണം പട്ടണവാതിൽ അടയ്ക്കാറുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, തുറന്നു കിടക്കുന്ന ഒരു വാതിൽ പ്രത്യേകിച്ചും സഭയെ സംബന്ധിച്ച് ഒരു പ്രത്യേക കാര്യമാണ് ഉദ്ദേശിക്കുക. അത് സുവിശേഷ പ്രഘോഷണത്തിനുള്ള ഒരു സാഹചര്യമാകാം. ഉദാഹരണത്തിന് കൊറിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇപ്രകാരമാണ് പറയുക: പന്തക്കുസ്ത വരെ ഞാൻ എഫേസൂസിൽ താമസിക്കും. ഫലപ്രദമായ പ്രവർത്തനത്തിനുള്ള ഒരു വലിയ വാതിൽ എനിക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട്. പ്രതിയോഗികളും വളരെയാണ്. എഫേസൂസിൽ 2 വർഷത്തിലധികം പൗലോസ് താമസിക്കാനുള്ള കാരണം സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി ഉള്ള ഒരു വലിയ വാതിൽ തുറന്നു കിട്ടിയിരിക്കുന്നു. അപ്പോൾ വാതിൽ തുറന്നു കിട്ടുക എന്ന് പറഞ്ഞാൽ അവസരം ലഭിക്കുക എന്നാണ് അർത്ഥം. ഒരു വാതിൽ കിട്ടുക, നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, വാതിൽ തുറന്നു കിട്ടുക. അപ്പോൾ സുവിശേഷ പ്രഘോഷണത്തിനുള്ള ഒരു അവസരം ഇവിടെ ഇതാ നിനക്ക് ഞാൻ തന്നിരിക്കുന്നു. അപ്പോൾ യവന സംസ്കാരം പ്രചരിപ്പിക്കാനായി പെർഗാമോസ് രാജാവും ശ്രമിച്ചതുപോലെ അതിന് സമാന്തരമായി ഇവിടെ ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രചരിപ്പിക്കാനായിട്ട് ഫലപ്രദമായി പ്രചരിപ്പിക്കാൻ ഉള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ട് ഫിലദൽഫിയയിലെ സഭയ്ക്ക്. മറ്റ് ഇതര രാജ്യങ്ങളിലേക്ക് ഈ സുവിശേഷം പ്രഘോഷിക്കാൻ ഈ വാതിൽ പ്രസക്തമായിത്തീരുന്നു. മറ്റാർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്നൊരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നിന്റെ ശക്തി പരിമിതമാണ്. ചെറിയ ഒരു പട്ടണം, ആ പട്ടണത്തിലെ സഭയും ചെറുതാണ്, വലിയ ശക്തിയില്ലാത്തൊരു സഭയാണ്. നിന്റെ ശക്തി പരിമിതമാണ്. എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചതുമില്ല. ഇവിടെയും മതപീഡനമുണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. വചനം നിഷേധിച്ചതില്ല എന്ന് പറയുമ്പോൾ വചനത്തിൻ്റെ പേരിൽ, യേശുവിൻ്റെ പേരിൽ നഷ്ടങ്ങളും കഷ്ടങ്ങളും സഹിക്കാൻ സന്നദ്ധമായൊരു സഭയാണ്. പീഡനങ്ങളുണ്ടായിട്ടും വിശ്വാസം നഷ്ടപ്പെടുത്താത്ത സഭ, ജാഗ്രത പാലിക്കുന്ന സഭ, ഉണർന്നിരിക്കുന്ന സഭ. നീ എൻ്റെ നാമം നിഷേധിച്ചതുമില്ല. ഇതാ യഹൂദരാണെന്ന് പറയുകയും എന്നാൽ അങ്ങനെയല്ലാതെ നുണയന്മാരായി നടക്കുകയും ചെയ്യുന്ന സാത്താൻ്റെ സിനഗോഗിൽ നിന്നുള്ള ചിലർ. നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ഈ സാത്താൻ്റെ സിനഗോഗ്. ക്രൈസ്തവർക്കെതിരെ വിദ്വേഷം ഇളക്കിവിടുകയും പീഡനങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്ന യഹൂദരെക്കുറിച്ചാണ് ഇവിടെ സൂചന. യഹൂദ സിനഗോഗുകൾ മിക്കവാറും എല്ലാ പട്ടണങ്ങളിലും ഉണ്ടായിരുന്നു. ശക്തമായ സമൂഹമായിരുന്നു അവിടെയെല്ലാം. ഇവർ ആരംഭിക്കുന്ന ക്രൈസ്തവ സഭയെ തുടക്കത്തിൽ തന്നെ ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമം ഈ സിനഗോഗുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. യഹൂദരാണെന്ന് പറയുകയും
അങ്ങനെയല്ലാതെ നുണയന്മാരായി നടക്കുകയും ചെയ്യുന്ന സാത്താൻ്റെ സിനഗോഗ്. നുണയന്മാർ സത്യം നിഷേധിക്കുന്നവരാണ്. രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്നവരാണ് ഇസ്രായേൽ ജനം. ആ രക്ഷകനായി മിശിഹായായി കടന്നു വന്ന നസ്രത്തിലെ യേശുവിനെ സ്വീകരിക്കാൻ അവർക്ക് സാധിച്ചില്ല. പല കാരണങ്ങളാലാവാം. അതിനുശേഷം തിരസ്കരിക്കുകയും ക്രിസ്ത്യാനികൾക്കെതിരെ ഒരുപാട് നുണകൾ പറഞ്ഞു വരുത്തുകയും ചെയ്യുക തങ്ങളുടെ തന്നെ അസ്തിത്വത്തിന് ആവശ്യമായ ഒരുപക്ഷെ അവർ കരുതിയിട്ടുണ്ടാവും. കാരണം വളരെയേറെ യഹൂദർ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് അവരുടെ കൂട്ടത്തിൽ നിന്ന് മാറുകയുണ്ടായി. അപ്പോൾ സ്വന്തം നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അസൂയ കൊണ്ടായിരിക്കാം. ഏതു വിധേനയും നുണയന്മാരായി നടക്കുന്ന സാത്താൻ്റെ സിനഗോഗിൽ നിന്നുള്ള ചിലർ, അവരോടുള്ള സമീപനം, അവരുടെ അന്ത്യം എന്തായിരിക്കും? ഇതാണ് അടുത്തതായിട്ട് പറയുക. അവരെ ഞാൻ നിന്റെ കാൽക്കൽ വരുത്തി കുമ്പിടുവിക്കും. നിന്റെ കാൽക്കൽ വരുത്തി കുമ്പിടുവിക്കും. എന്താണ് കാൽക്കൽ വരുത്തി കുമ്പിടുവിക്കുക എന്ന അർത്ഥമാകുന്നത്? ഇത് രണ്ട് സാധ്യതകളുണ്ട്. ഒന്നുകിൽ പരാജയപ്പെടുന്നതാവാം. പരാജയപ്പെടുന്നത് ഏശയ്യായുടെ പുസ്തകം 49 അധ്യായം നമുക്കൊരു ഉദാഹരണമാണ്. ഏശയ്യ 49 അധ്യായം 23 വാക്യം. രാജാക്കന്മാർ നിന്റെ വളർത്തുപിതാക്കന്മാരും രാജ്ഞിമാർ നിന്റെ വളർത്തമ്മമാരുമായിരിക്കും. അവർ നിന്നെ സാഷ്ടാംഗം വണങ്ങുകയും നിന്റെ കാലിലെ പൊടി നക്കുകയും ചെയ്യും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നീ അറിയും. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ലജ്ജിതരാവുകയില്ല. കാൽക്കൽ വരുത്തി കുമ്പിടുവിക്കും. ജെറൂസലത്തിന് അല്ലെങ്കിൽ ഇസ്രായേലിന് ദൈവം നൽകുന്ന വാഗ്ദാനമാണ് ഏശയ്യാ പ്രവാചകനിലൂടെ. പ്രവാസത്തിൽ കഴിയുന്നവരോടാണ് ഇത് പറയുന്നത്. രാജാക്കന്മാർ നിന്നെ വണങ്ങും, സാഷ്ടാംഗം വണങ്ങും, നിന്റെ കാലിലെ പൊടി നക്കുകയും ചെയ്യും. ഏശയ്യായുടെ പുസ്തകം 60 അധ്യായം 14 വാക്യത്തിൽ വീണ്ടും കാണും. നിന്നെ പീഡിപ്പിച്ചവരുടെ പുത്രർ നിന്റെ അടുക്കൽ ഒന്ന് താണു വണങ്ങും, നിന്നെ നിന്ദിച്ചവർ നിന്റെ പാദത്തിൽ പ്രണമിക്കും. ഇത് പണ്ട് നിലവിലിരുന്ന ഒരു ആചാരത്തിൽ നിന്ന് വേണം മനസ്സിലാക്കാൻ. യുദ്ധത്തിൽ പരാജയപ്പെടുന്ന രാജാവിനെയും പ്രധാനികളെയും യുദ്ധത്തിൽ ജയിച്ച സേനാധിപൻ്റെ അല്ലെങ്കിൽ രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക. അവർ ഈ ജേതാവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുക, കമിഴ്ന്നു കിടക്കുക. അതിനുശേഷം നാവ് നീട്ടി നാക്കുകൊണ്ട് പൊടി നക്കുക. ആ സമയത്ത് ജയിച്ച ജേതാവ് ഈ പൊടി നക്കുന്നവൻ്റെ തലയിൽ കാലുവെച്ച് അമർത്തും. ഇത് വലിയ ഒരു പരാജയത്തിൻ്റെ, അവഹേളനത്തിൻ്റെ, നിന്ദനത്തിൻ്റെ ഒക്കെ അടയാളമാണ്. അപ്പോഴിങ്ങനെ നിൻ്റെ മുമ്പിൽ ഒന്ന് കുമ്പിടുവിക്കും, എല്ലാം നഷ്ടപ്പെടുത്തി പരാജിതരായി എന്ന് അടിയറ വയ്ക്കുന്നതിൻ്റെ ഒരു സൂചനയാവും. ഇത് ഒരു സാധ്യതയാണ്. നിൻ്റെ ശത്രുക്കൾ നിൻ്റെ മുമ്പിൽ വന്ന് നിന്നെ കുമ്പിട്ട് ആരാധിക്കുമെന്ന് പറയുക. ഒരുപക്ഷെ അതിനേക്കാളും പ്രസക്തം ഇവിടെ ഒരു രാജകീയ അടയാളത്തേക്കാൾ കൂടുതൽ നിൻ്റെ വിശ്വാസത്തിൽ അവരും പങ്കുചേരുമെന്നും നിൻ്റെ മുമ്പിൽ ഒന്ന് കുമ്പിടുക, നിൻ്റെ വിശ്വാസം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം സ്വീകരിക്കാൻ അവരും സന്നദ്ധരാകും എന്നുമാകാം. അപ്പോൾ യഹൂദരുടെ ഒരു മാനസാന്തരത്തെക്കുറിച്ചൊരു സൂചനയായിരിക്കാം ഇവിടെ കൊടുക്കുക. ഇന്നല്ലെങ്കിൽ നാളെ ഈ മാനസാന്തരം ഉണ്ടാകും. എല്ലാവരും ഒരേ ക്രിസ്തുവിനെ, ഒരേ രക്ഷകനെ ഏറ്റുപറയും എന്നുള്ള ആ ഒരു വാഗ്ദാനവും കൂടി ഈ യേശുവിൻ്റെ വാഗ്ദാനത്തിന് പിന്നിലുണ്ട് എന്ന് കാണും. അവരെ ഞാൻ നിൻ്റെ മുമ്പിൽ നിൻ്റെ കാൽക്കൽ വരുത്തി കുമ്പിടുവിക്കും. അങ്ങനെ ഞാൻ നിന്നെ സ്നേഹിച്ചുവെന്ന് അവർ ഗ്രഹിക്കും. ഞാൻ നിന്നെ സ്നേഹിച്ചു. സഭയെ സ്നേഹിക്കുന്ന ക്രിസ്തു എല്ലാവരെയും സ്നേഹിക്കുന്നവനാണ്. അപ്പോൾ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യനായി അവതരിച്ചതാണ് നസ്രത്തിലെ യേശു എന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്ക് സകലരും വരും. അതിന് കർത്താവ് തന്നെ ഇടയാക്കും എന്ന ഒരു വാഗ്ദാനമാണ് ഈ സഭയ്ക്ക് അവിടുന്ന് നൽകുന്നത്. ഇന്നും ഇത് പ്രസക്തമാണ്. ഒരുപക്ഷേ ഒരുപാട് പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന സഭകളുണ്ട് നമുക്ക്. പല രാജ്യങ്ങളിലും ഔദ്യോഗികമായി തന്നെ സഭ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്നത് തങ്ങളുടെ ദൗത്യമായി ഏറ്റെടുത്തിരിക്കുന്ന ചില മതതീവ്രവാദ സംഘടനകളുണ്ട്. ക്രിസ്ത്യാനികൾക്ക് പ്രവേശനം നിഷേധിച്ചിട്ടുള്ള രാജ്യങ്ങളുണ്ട്. ക്രിസ്തീയ വിശ്വാസവും ക്രിസ്തീയ ആചാരങ്ങളും നിഷിദ്ധമായി കരുതുന്ന പ്രത്യയശാസ്ത്രങ്ങളുണ്ട്, രാജഭരണങ്ങളുണ്ട്, രാജ്യങ്ങളുണ്ട്. ഇവിടെയൊക്കെ ഫിലദൽഫിയയിലെ സഭയ്ക്ക് കർത്താവ് നൽകിയ വാഗ്ദാനം ഇന്നും പ്രസക്തമാണ്. ഈ തെറ്റിദ്ധാരണകൾ മാറും, വിശ്വാസം വീണ്ടും വർദ്ധിക്കും. അവർ നിൻ്റെ മുമ്പിൽ വന്ന് കുമ്പിടും. അങ്ങനെ ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നറിയും. അപ്പോൾ യേശുവിലൂടെ പ്രകടമാവുന്ന ദൈവത്തിൻ്റെ സ്നേഹം സകല ജനങ്ങളും മനസ്സിലാക്കാൻ, സ്വീകരിക്കാൻ കർത്താവ് തന്നെ ഇടയാക്കും എന്ന ഒരു വാഗ്ദാനവും ഇതിൻ്റെ പിന്നിൽ കാണും. അങ്ങനെ ഞാൻ നിന്നെ സ്നേഹിച്ചുവെന്ന് അവർ ഗ്രഹിക്കും. സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിലുണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. യേശുവിനോട് വിശ്വസ്തത പാലിക്കുന്നവർ സമൂലമായ നാശത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. സകല ഭൂവാസികളെയും
പരിശോധിക്കാനായി ലോകത്തിലുണ്ടാകാനിരിക്കുന്ന പരീക്ഷണം, ലോകാവസാനത്തോടെ അടുത്ത് വലിയ പീഡനങ്ങളും വലിയ പരീക്ഷണങ്ങളും ഉണ്ടാകും എന്ന ഒരു സൂചന ബൈബിൾ പലയിടത്തും കാണും. വെളിപാട് പുസ്തകത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതാണ്. ഈ സാഹചര്യത്തിൽ വിശ്വാസം നഷ്ടപ്പെടാതെ പിടിച്ചു നിൽക്കാനായി കർത്താവ് തന്നെ തുണയായിട്ടുണ്ടാകും, സംരക്ഷകനായിട്ടുണ്ടാകും. അതുകൊണ്ട് ഭയപ്പെടേണ്ട, നിന്നെ സംരക്ഷിക്കും. എന്തെന്നാൽ പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണം എന്നുള്ള എൻ്റെ വചനം നീ കാത്തു. കർത്താവിനോട് വിശ്വസ്തത പാലിക്കുന്ന ഒരു സമൂഹമാണിത്. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് കാത്തു സൂക്ഷിക്കുക. കിരീടം വിജയത്തിൻ്റെ അടയാളമാണ്, രക്ഷയുടെ അടയാളം. അത് നഷ്ടപ്പെടുത്താതിരിക്കുക. ഏതു കാരണവശാലും ഈ വിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കണം, അത് കാത്തു സൂക്ഷിക്കണം. ഇതുമാത്രമാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. വിജയം വരിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലെ ഒരു സ്തംഭമാക്കും. സ്തംഭത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ഭൂമികുലുക്കങ്ങളുണ്ടാകുന്ന ഫിലദൽഫിയയിൽ ഇതിന് പ്രത്യേകമായ അർത്ഥമുണ്ട്. ഉറച്ചു നിൽക്കുന്നതാണ് തൂണ്, സ്തംഭം. ഈ സ്തംഭമായി നിന്നെ സ്ഥാപിക്കും. ഇത് പ്രധാന പുരോഹിതൻ ജോലി വിരമിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്തിരുന്ന ആലയത്തിൽ അദ്ദേഹത്തിൻ്റെ പേരെഴുതിയ ഒരു സ്തംഭം സ്ഥാപിക്കുക പതിവായിരുന്നു അത്രേ. രാജാവിൻ്റെ പേരിലും ഇപ്രകാരമുള്ള സ്തംഭങ്ങളുണ്ടാകും. അപ്പോഴും അലങ്കാരത്തിന് വേണ്ടി നിർത്തുന്ന അലങ്കാര തൂണുകൾ, മെഡലുകൾ പോലെ. അവൻ്റെ മേൽ ഇനി അവനൊരിക്കലും പുറത്തു പോവുകയില്ല. കാരണം ഇനി ഭൂമികുലുക്കത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല പുതിയ ലോകത്ത്. അവൻ്റെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ നാമവും ദൈവസന്നിധിയിൽ നിന്ന് സ്വർഗം വിട്ട് ഇറങ്ങി വരുന്ന ജെറൂസലമാകുന്ന ദൈവനഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ എഴുതി ചേർക്കും. 3 പേരുകളാണ് ഇവിടെ. ഒന്ന് ദൈവത്തിൻ്റെ നാമം. ഇവൻ ദൈവത്തിൻ്റേതാണ്. പേരെഴുതുന്നത് ആരുടേതാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെതായി ദൈവം സ്വന്തമായി സ്വീകരിച്ചിരിക്കുന്നു. സ്വർഗം വിട്ട് ഇറങ്ങി വരുന്ന ജെറൂസലമാകുന്ന ദൈവനഗരത്തിൻ്റെ നാമം, അത് സിറ്റിസൺഷിപ്പ്, പൗരത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. സ്വർഗത്തിൽ ദൈവരാജ്യത്തിൽ ഇവൻ അംഗത്വം ലഭിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റേതാണ്. അവൻ യേശുവിൻ്റേതാണ്. യേശുവിൻ്റെ പുതിയ നാമം, യേശു നൽകുന്ന പുതിയ നാമമാണ്. പുതിയ വ്യക്തിത്വം, പുതിയ സ്വഭാവം, എല്ലാം നവീകരിക്കുന്നവൻ നൽകുന്ന പുതിയ നാമം. ഇവിടെ നിന്ന് മാറി ഉത്ഥാനത്തോടുകൂടി ഒരു പുതിയ മനുഷ്യനായി മാറുന്നു. എല്ലാം പുതുതാക്കുന്നു. ഇങ്ങനെ ഒരു പുതിയ നാമവും ഞാൻ എഴുതും. എല്ലാം നവീകരിക്കുന്ന, പുതിയ നാമം നൽകുന്ന, പുതിയ അവസ്ഥാവിശേഷത്തിലേക്ക് നയിക്കുന്ന യേശുവാണ് ഇവിടെ ഫിലദൽഫിയയിലെ സഭയ്ക്ക് വാഗ്ദാനങ്ങൾ നൽകുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്, പ്രസക്തമാണ്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ, വിശ്വാസത്തിന് വേണ്ടി നഷ്ടങ്ങളും ത്യാഗങ്ങളും സഹിക്കാൻ സന്നദ്ധനാകുന്നവൻ യേശുവിനോടുകൂടി ആയിരിക്കും എന്നും. ആ നിത്യഭാഗ്യമാണ് അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ഭവനത്തിലായിരിക്കുക, ഒരിക്കലും ഇനി ആരുടെയും ഭീഷണിക്ക് ഇരയായി തീരാതിരിക്കുക, ആരെയും ഭയപ്പെടാതെ സ്വസ്ഥമായി സന്തോഷമായി ദൈവത്തോടൊന്നിച്ച് കഴിയാൻ സാധിക്കും എന്നേക്കും എന്നതാണ് യേശു നൽകുന്ന വാഗ്ദാനം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, ചെറിയ സഭയിൽ, ദരിദ്രമായ സഭയിൽ വിശ്വസ്തമായി പരിപൂർണ വിശ്വസ്തയോടെ ജീവിച്ച വിശ്വാസികൾക്ക് അവിടെ നൽകുന്ന വാഗ്ദാനം ഇന്ന് ഞങ്ങൾക്ക് നൽകുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവേ, അങ്ങയോട് പരിപൂർണ വിശ്വസ്തത പാലിക്കാൻ, ഏതു ത്യാഗം സഹിച്ചും അങ്ങയോട് വിശ്വസ്തത പാലിക്കാനുള്ള കൃപ ഞങ്ങൾക്കെല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. എന്നും അങ്ങയോടൊന്നിച്ചായിരിക്കാൻ, അങ്ങയിൽ നിന്ന് അകറ്റപ്പെടാതിരിക്കാൻ, നിത്യഭാഗ്യത്തിൽ എത്തിച്ചേരാനുള്ള കൃപ അവിടെ ഞങ്ങൾക്കെല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.